ബിഗ് ബോസ് സീസൺ 7 ഏഴിൻ്റെ പണി എന്നൊക്കെ പറയുമ്പം ആക്ച്വലി ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു വൃത്തികെട്ട പണി അതിനകത്ത് നടക്കുന്നുണ്ട്. ക്ലീൻ ഇല്ലാതെ വരുന്നതിൻ്റെ റീസൺ ബിഗ് ബോസ് ടാസ്ക് എന്ന രൂപേണ കൊടുത്തിരിക്കുന്ന ഒരു വൾഗർ സാധനം. അത് ശരിക്കും പറഞ്ഞാൽ ഹൈജീൻ ഇല്ലാതെ അവിടെ എല്ലാവർക്കും അസുഖം വരാനുള്ള എല്ലാ ചാൻസും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇന്ന് വന്നത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു റിയാക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഇതിൽ അതിനകത്തുള്ള കുറേ പൊട്ടന്മാരും ഈ പുറത്ത് നിന്നുകൊണ്ട് അതിനെപ്പറ്റി പറയുന്ന കുറേ പേർക്കും ആക്ച്വൽ തിങ് എന്താണെന്ന് പറയാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. എനിക്കറിയില്ല, നിങ്ങൾ അതിൻ്റെ അഭിപ്രായം കമൻറ്റിൽ പറഞ്ഞാൽ മതിയാവും. വാസ്തവത്തിൽ ഇന്നത്തെ ടാസ്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയെന്ന് അറിയത്തില്ല. ഭയങ്കരമായിട്ട് വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകുന്നു. അതിൽ സേവായ 2 പേര് ആദിലയും നൂറയുമാണ്. അവർ സേവായി, ബാക്കി വന്ന ആ 3 പേര്, പിന്നെ രണ്ടാമത് വന്ന അവരവിടെ ട്രാപ്പിഡ് ആവുകയും ആൻഡ് ഓൾ ദ ഫൈറ്റ് നടക്കുന്നത് മുഴുക്ക അവർ തമ്മിലാണ്. ആക്ച്വലി ആദില ആൻഡ് നൂറ അവർ ചെയ്ത മിസ്റ്റേക്കിൻ്റെ ഡെപ്ത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു മിസ്റ്റേക്കാണ് അവർ ചെയ്തത്. ഇതിൻ്റെ ടാസ്ക് എന്ന് പറയുന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കാതെ ഈ ടാസ്കിൽ ഈ രീതിയിൽ എടുക്കണമെന്നും ഇവിടെ കൊണ്ടാണ് ചിന്തിക്കേണ്ടതെന്നും ഇവിടം കൊണ്ടല്ല ചിന്തിക്കേണ്ടതെന്നും ഒരു 100 വട്ടം പറഞ്ഞു. എന്താണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഡിസിഷൻ എടുത്തതെന്ന് അറിയത്തില്ല. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പുറത്തേക്ക് വരുമ്പോൾ പോലും ഡിസിഷൻ അവർക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യായിരുന്നു. അത് ചെയ്യുന്നതിന് പകരം അതവർ ആ ഒരു പോയിന്റ് അവർ വേണ്ടാന്നങ്ങ് വെക്കുകയാണ് ചെയ്തത്. ഈ പറയുന്ന ആൾക്കാർ ഇപ്പോൾ അവർ ചൂസ് ചെയ്ത രണ ഫാത്തിമ, രേണു സുധി ആൻഡ് അപ്പാനി ശരത്, ഇവർ എല്ലാവരും തന്നെ അത്രയും ദിവസം അവിടെ നിൽക്കുമോ എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പൊന്നുമില്ല. ആൻഡ് അടുത്ത വീക്കിൽ 4th വീക്കിൽ 5th വീക്കിലൊന്നും തന്നെ ഫാമിലി വരാൻ യാതൊരു ചാൻസുമില്ല. അപ്പോൾ അത് കൃത്യമാണ്, അതൊരു ട്രാപ്പാണ്. അത് മനസ്സിലാക്കാതെയാണ് അവർ അതിങ്ങനെ പെട്ടെന്നൊരു ഡിസിഷൻ എടുത്തത്. മേ ബി അതുകൊണ്ട് കുറേ സെൻസിറ്റീവ് പൊട്ടന്മാർക്ക് അതൊരു ഭയങ്കര പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. പലരും പറയുന്നത് അങ്ങനെയാണ്. ഇതിൽ ഞാനും അമ്മയും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ലല്ല അവർക്ക് പിന്നീട് പുറത്ത് ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാകുമെന്ന്. യെസ്, അഫ്കോഴ്സ് അങ്ങനെ ഉണ്ടാകണം. അതാണല്ലോ ആ ഗെയിം. നിങ്ങൾ പരസ്പരം നല്ല ശത്രുത ഉണ്ടാകണം, പക്ഷേ അമിക്കബിളി അത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇനി സച്ചിൻ കേസ് ശത്രുത ഉണ്ടായാൽ അതിനെ നിങ്ങൾ പോരാടി അവിടെ നിൽക്കണം. അതാണ് അതാണ് അവിടെ നടക്കേണ്ട കാര്യം. ഈ ഗെയിം എന്ന് പറയുന്നത് തന്നെ എന്താണ്? നിങ്ങളുടെ എബിലിറ്റി എത്ര വൃത്തികെട്ട അറ്റ്മോസ്ഫിയറിലും എത്ര മോശപ്പെട്ട ആ ഒരു സർക്കംസ്റ്റൻസും നിങ്ങൾ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് തരുന്ന ടാസ്ക്. ആദ്യം തന്നെ ബിഗ് ബോസ് എന്ന ടാസ്ക് എന്താണെന്ന് കൂടെ അറിയാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. ഏതായാലും എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടും. ഞാൻ അമ്മയെ ജയിച്ചു. അപ്പോൾ എനിക്ക് അമ്മയെടുത്തത് പറയുമ്പോൾ സത്യം പോലെ ഭയങ്കര സന്തോഷം. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ രണ്ടാമത് വന്ന ടാസ്ക്, ഈ ടാസ്കിന് പോകുന്നതിന് മുമ്പ് നടന്ന ഒരു കാര്യം, ഷാനവാസിൻ്റെ ആ ഒരു വർത്തമാനം, ഷാനവാസിനെ ഉപയോഗിക്കുന്ന വേർഡ്സ് ഒക്കെ കണ്ടോ? അനീഷ് ഉപയോഗിച്ച വാക്കുകൾ ഞാൻ പറയാം. വാൽമാക്രി, മരമണ്ടൻ, മരക്കഴുത. അല്ല, നിങ്ങൾ തൃശ്ശൂരുകാർക്ക് ഇങ്ങനെയാണോ? മനുഷ്യന്മാരെ ബഹുമാനിക്കാൻ അറിയത്തില്ലയോ? എന്തൊക്കെയാണ് വിളിക്കുന്നത്? ഷാനവാസ് ഒട്ടും മോശമൊന്നുമല്ല കേട്ടോ, എന്നാലും ഇത് കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അനീഷ് മിണ്ടല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിരുന്ന് കണ്ടത് ബിഗ് ബോസ്. സത്യത്തിൽ എനിക്ക് ഈ അനീഷിനെ കാരണം ബിഗ് ബോസ് കാണാൻ ഒരു ഇഷ്ടവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി അനുവിൻ്റെ ഒരു ടേബിൾ ടോപ്പിലേക്ക് കയറിയിരിക്കുന്ന ഒരു സീനുണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു പ്രശ്നമാണോ? അയിത്തം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ബിഗ് ബോസ് ഷോയുടെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം അവിടെ ഭാഗമല്ല, മതപരമായത് യാതൊന്നും ഭാഗമല്ല. അപ്പോൾ ഈ മതപരം റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികൾ അവിടെ സൂചിപ്പിക്കുമ്പോൾ അത് കൗണ്ടർ ചെയ്യാൻ കഴിയണം. അത് കൗണ്ടർ ചെയ്യാൻ അവിടെയുള്ള ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സീസൺ 7 എന്ന് പറയുന്നത് ഓരോ കണ്ടസ്റ്റൻറ്റും അവർക്കറിയില്ല അവിടെ എന്താ നടക്കണേന്ന്. സത്യത്തിൽ നമ്മൾ മുൻപൊക്കെ ഒരു സർവേ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അംബേദ്കറുടെ ഫോട്ടോ, ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ പിള്ളേർ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അത് പഠിക്കാനുള്ളത് കൊണ്ടായിരിക്കാം. വേറെ 2-3 പേരുടെയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അറിയില്ല എന്ന് പറയുന്ന ഒരു സീനുണ്ട്. അത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നമാണ്, ന്യൂജൻ്റെ ഒരു കുഴപ്പമാണ്. ചില കാര്യങ്ങൾ അവർക്ക് വലിയ ജ്ഞാനമൊന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, അത് ഒരു ഇതായിട്ട് തോന്നുന്നു. പിന്നെ ടോയ്ലറ്റിൽ ബോയ്സ് ഫ്ലഷ് അടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനു കിടന്ന് ഭയങ്കര ബഹളം വയ്ക്കുന്ന ഒരു സീനാരിയോ. അതിൻ്റെ ഇടയിലായിരിക്കും തോന്നുന്നു നമ്മുടെ രേണു സുധീരെ ഈ പെയിൻ്റെ കാര്യം പറഞ്ഞതെന്ന് തോന്നുന്നു. ഞാൻ ആ സെക്ഷൻ കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. എനിക്കതിനെപ്പറ്റി അഭിപ്രായമില്ല. ഫസ്റ്റ് തിങ്, രേണുവിന് തലയിൽ പെയിൻ ഉണ്ടെങ്കിൽ, അവിടെയുള്ള ആർക്കെങ്കിലും ദേഹത്തു നിന്ന് സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ, അവിടെ ആർക്കെങ്കിലും വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ 100% ഉത്തരവാദി ബിഗ് ബോസാണ്. ബിഗ് ബോസിൻ്റെ പുതിയ റൂളാണ്. ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല അവർ ചെയ്യുന്നത്.
ക്രൗഡഡായ ഒരു ഏരിയയിൽ ഡ്രസ്സ് പോലും കൊടുക്കാതെ അവരെ ആ രീതിയിൽ കൊണ്ടിട്ടിട്ട് നാറ്റം പരസ്പരം അടുപ്പിച്ചിട്ട് ഇവരെന്താണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക. ക്ലീൻ ഇൻഡീഡ്. ഇത് കണ്ട് കുറേ കുട്ടികൾ കാഴ്ചയ്ക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോ. ഇത് 24 മണിക്കൂറും അലസണ്ടയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എടുക്കുക ഒക്കെ ചെയ്യുമ്പോൾ സ്വെറ്റ് ഉണ്ടാകും, വിയർപ്പ് ഗന്ധം ഉണ്ടാകും. ഇതൊക്കെ കൊണ്ടാണ് അവർ പോയി കിടക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും. പണ്ടത്തെ ആൾക്കാരൊക്കെ ആണെന്നാൽ മണ്ണിലും ചേറിലും ചെളിയിലും ഒക്കെ കിടക്കുന്നവരാണ്. അവർക്കൊന്നും പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പാമ്പേർഡ് കിഡ്സാണ്. അവർക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ ഹൈജീൻ ഇഷ്യൂ തീർച്ചയായിട്ടും അവിടെ എല്ലാവർക്കും ഉണ്ടാകും. ചുമ, പനി അങ്ങനെയുള്ള ഇത്യാദി കുൽസിതങ്ങൾ വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് കാൻഡിഡേറ്റ്സിനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ തുടർന്നോളൂ. ബിഗ് ബോസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരമെന്ന് ഞാൻ അതിനെ പറയും. ഏറ്റവും വലിയ ചെറ്റത്തരമാണ് ഈ ഒരു ഡ്രസ്സ് പിടിച്ചു വെച്ചിട്ട് കാണിക്കുന്ന കുസൃതി. മേക്കപ്പ് സെറ്റ് മാറ്റി വയ്ക്കാം, ഡ്രസ്സ് കൊടുക്കുക, ഡ്രസ്സും ക്ലീൻ ചെയ്യാനുള്ള സംഗതികളും കൊടുക്കുക. അതായത് സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ നിർബന്ധമായും കൊടുക്കുക എന്നുള്ളതാണ്. അത് കമ്പൽസറിയുമാണ്. കുളിക്കുക എന്നുള്ളതും കമ്പൽസറിയാണ്. അത് ചെയ്യാതെ നടക്കുന്നവർക്ക് പണിഷ്മെൻ്റാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഇതിങ്ങനെ നിർബാധം വിട്ടുവെക്കുന്നതിനോട് എനിക്ക് തീർത്തും വിയോജിപ്പാണുള്ളത്. പിന്നെ റെന ഫാത്തിമ, രേണു, ഇവർ പിന്നെ ശരത്ത്, ഇവരൊക്കെ ചേർന്നിട്ട് കുറേ വർത്തമാനങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. പക്കാ ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഈ ശരത്തിൻ്റെ ചില നേരത്തെ പെർഫോമൻസ് കണ്ട ചുമ്മാ കിടക്കുന്നവന് എഴുന്നേറ്റ് വരണം പൊട്ടിക്കും. ശരത്തങ്ങ് ഓവർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് വൈകാരികമായ ഒരു തീരുമാനം എടുക്കലായിരുന്നു ഇവർ ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ആ വൈകാരികത കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടത് 750 പോയിന്റ്സ് തന്നെയാണ്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് വന്നിരിക്കുന്നത് 1000-നാണ്. അതിന് 3 പേര് അതിൻ്റെ അകത്തേക്ക് പോകുന്നു. 3 പേർക്ക് 3 ടാസ്ക് ആയിട്ട് കൊടുക്കുന്നു. അതിലാദ്യം ഈ നിമിഷം മുതൽ ഇനി മിണ്ടാൻ പാടില്ല എന്നാണ് അനീഷിൻ്റെ അടുത്ത് പറയുന്നത്. അതായത് ഇനി മിണ്ടാനേ പാടില്ല, ഈ ബിഗ് ബോസ് കഴിയുന്നിടം വരെ മിണ്ടാൻ പാടില്ല. ഏറ്റവും വലിയ പണിഷ്മെൻ്റ് ആണത്. ഒരിക്കലും ഒരു മത്സരാർത്ഥിയും അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരു സ്ട്രോങ് സംഗതിയാണ് അനീഷ് പറഞ്ഞിട്ടുള്ളത്. അത് ആർക്കും മനസ്സിലായിട്ടില്ല. ബാക്കിയുള്ള തലമുട്ടയടിക്കുന്നതിൽ കിടന്ന് വഴക്കുണ്ടാക്കുകയാണ്. അടുത്തത് എന്താണ്? ജ്യൂസാണ്. മൂന്നാമത് വന്നിരിക്കുന്ന ഈ ജിസേലിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് തലമുണ്ടനം ചെയ്യുക എന്നുള്ളത് ശരിയാണ്, അത് സ്വിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ജിസേൽ ഈ പറയുന്ന അനീഷിൻ്റെത് ഏറ്റെടുക്കുമോ? അവർക്കാർക്കും അനീഷിൻ്റെത് എത്ര ഡെപ്തുള്ള സംഗതിയാണെന്ന് മനസ്സിലായിട്ടില്ല. അനീഷ് എടുത്തിരിക്കുന്ന ആ ഒരു ടാസ്കിൽ അനീഷിന് ഇനി മിണ്ടാനേ പറ്റില്ല. ഈ ടാസ്ക് എന്നല്ല, പുറത്തേക്ക് വന്നാൽ പിന്നെ മിണ്ടാനൊക്കെ തന്നെ. ബിഗ് ബോസ് കഴിയാതെ മിണ്ടാക്കൂല എന്ന് പറയുമ്പം അയാളത് അംഗീകരിച്ചെടുത്തുവെങ്കിൽ അയാൾ നല്ല ധൈര്യശാലി തന്നെയാണ്. അയാൾക്കത് സ്വിച്ച് ചെയ്യണമെന്ന് താല്പര്യമില്ല. ഈ മണ്ടൻ സ്വിച്ച് ചെയ്യണമെന്ന് പറയുന്നവനിക്ക് മനസ്സിലാകുന്നില്ല. മിണ്ടാൻ പറ്റില്ല എന്നുള്ള ടാസ്ക്കാണ് അനീഷ് എടുത്തിരിക്കുന്നത്. ആ ഒരു ഇത് കഴിഞ്ഞിട്ടാണോ എന്ന് അവർ തെറ്റിദ്ധരിച്ചോ എന്ന് എനിക്കറിയത്തില്ല. ആകെ മൊത്തത്തിൽ പിന്നെ എങ്ങനെയാണ് സംസാരിക്കാതെ എങ്ങനെയാണ് അടുത്ത പ്ലേ ഒക്കെ നടത്തുക? ഭയങ്കരമായൊരു റൂഡായിട്ടുള്ളൊരു സാധനമാണ് അനീഷ് യെസ് എന്ന് പറഞ്ഞ ധൈര്യസമേതം ഏറ്റെടുത്തത്. ആ നിസ്സാരമായിട്ടുള്ളൊരു സാധനമാണ് ആര്യൻ ഡിനേ ചെയ്തത്. ആൻഡ് അതിനുശേഷം ആര്യൻ്റെയും ജിസേലിൻ്റെയും ആറ്റിറ്റ്യൂഡ് നോക്കിയാൽ പരസ്പരം അവർ സപ്പോർട്ട് ചെയ്തതിൻ്റെയും അവർ അതിനകത്തുള്ള മെമ്പേഴ്സിനെ അവർ വിഷമിപ്പിച്ചതിൻ്റെയും ഏറ്റവും വലിയ കുറ്റബോധം രണ്ടുപേരുടെയും മുഖത്തുണ്ട്. അത് നമുക്കൊരു ഫേസ് സൈക്കോളജി കൂടെ മനസ്സിലാക്കാവുന്നതല്ല. ആര്യൻ താൻ ചെയ്ത മിസ്റ്റേക്ക് മനസ്സിലാകാതിരിക്കാൻ തുള്ളിച്ചാടി നടക്കുകയാണ്. ബട്ട് ആര്യൻ അത് ഖണ്ഡിക്കാൻ പറ്റും. അനീഷിൻ്റെ ഒരു വലിയ ബോംബാണ്, അത് എനിക്ക് എടുക്കാനൊക്കത്തില്ല എന്ന് പറയാം. ഈ ജ്യൂസ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, അത് ജിസേലിന് കൊടുക്കാമായിരുന്നു. അങ്ങനെ ഒരു ചോയ്സ് അവിടെ വന്നാൽ ജിസേൽ തലമുട്ടയടിക്കാന്ന് തന്നെ പറയും, മറ്റത് എടുക്കില്ല. കാരണം മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഇതൊരു ഭയങ്കര പണിഷ്മെൻ്റ് ആയിട്ടുള്ള സംഗതിയല്ലേ. എന്നിട്ടും അനീഷ് അതിന് പ്രതിവിധി കണ്ടെത്തിയിരുന്നു. അനീഷിനോട് സംസാരിക്കുമ്പോൾ ആ കാർഡ് കാണിച്ചുകൊണ്ട് പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ട്. അതായത് ആംഗ്യ ഭാഷയിൽ അയാൾ തുടരുമെന്ന കോൺഫിഡൻസ് ആണ് അനീഷിനെ കൊണ്ട് അതെടുത്തത്. ഒരു പക്ഷേ ഏറ്റവും നെഗായിട്ട് എനിക്ക് ഫീൽ ചെയ്ത അനീഷ് ഈ ഒരു തീരുമാനം എടുത്തതിൽ ഏറ്റവും പോസിറ്റീവ് സംഗതിയാണ് എടുത്തിട്ടുള്ളത്. അവിടെ തല്ലും പിടയും ദേഷ്യപ്പെടേണ്ട ആൾക്കാരാരെന്ന് പറഞ്ഞാൽ ആദിലാൻ നൂറയാണ്. അവരെടുത്ത തീരുമാനം ഏറ്റവും പൊട്ട തീരുമാനമായിരുന്നു. അതിനകത്ത് ഒരു രീതിയിലുള്ള ഫേവറും ആർക്കും ചെയ്തിട്ടില്ല. അങ്ങനെ ഫേവർ ചെയ്യാനല്ല ബിഗ് ബോസ് എന്നുള്ളത്. അപ്പോൾ ഇത് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ പൊട്ടത്തരം പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അതിനകത്ത് പെട്ടിരിക്കുന്നു എന്നതിനപ്പുറം ഒന്നുമില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ കാണാൻ പറ്റും. ആര്യനും പിന്നെ ജിസലും നല്ല ഇൻറ്റിമേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ ചെറിയ വൈഷമ്യം കാണിക്കുന്നത് അനു ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തതാണ്. ബാക്കി റെഗുലർ കാണുന്നവർക്ക് അത് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനതിൻ്റെ എപ്പിസോഡ് മാത്രമാണ് കണ്ടിട്ടുള്ളത്, ഉച്ചയ്ക്കാണ് മറ്റേത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന സംഗതിയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക.
പിന്നെ രണ ഫാത്തിമ ഒരു കമൻറ്റ് ലാസ്റ്റ് പറയുന്നുണ്ട്, ആ എപ്പിസോഡിൻ്റെ എൻഡിൽ പറയുന്നുണ്ട് അനീഷിൻ്റെ കേസ്. കറക്റ്റാണത്. ഞാൻ എന്ത് ചിന്തിച്ചോ അത് തന്നെയാണ് ആ കുട്ടി പറയുന്നത്. അത് അവൾക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. നോക്കൂ, അതിനകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് രണ ഫാത്തിമ. 19 വയസ്സേ ഉള്ളൂ എന്ന് പറയുന്നു. അതിന് തിരിച്ചറിവുണ്ടായി. ആൻഡ് ഇവർ പുറത്ത് വന്ന് വഴക്കുണ്ടാക്കുമ്പോഴും ആ കുട്ടി ഇരുന്ന് ചിരിക്കുകയാണ്. അതായത് ഈ ഫാമിലി ഓറിയൻറ്റഡ് ഇഷ്യൂ പറയുമ്പം അവൾ കരഞ്ഞ് തകർക്കുന്നുണ്ട്. അതൊരു തരം കോമിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ചിലപ്പോൾ ചിലർക്ക് ഇത് ഹേർട്ട് ചെയ്യും. കാരണം ഫാമിലി വരണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ, അത് ഒരു കുറ്റമാണോ എന്നൊക്കെ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഈ ഫാമിലിയെ കണ്ടിട്ടല്ലേ അങ്ങോട്ട് പോയത്, തിരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് അറിയാം, അത് അതുവഴി അങ്ങ് വേറെ അങ്ങോട്ടെങ്കിലും പോകുമോ? 3 മാസത്തേക്കല്ലേ യാർ, പുറത്തു വന്നാൽ അമ്മ അച്ഛനെ കണ്ടൂടെ? അത്രയ്ക്ക് മുട്ടിപ്പോയിരുന്നില്ല അതിനകത്ത് പോകുന്നത്. അപ്പോൾ ആ കാണിക്കുന്ന നാടകമാണെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ബിഗ് ബോസിനകത്ത് പോയാൽ ഫോൺ ഉണ്ടാവില്ല, റിലേറ്റീവിനെ കാണാൻ പറ്റില്ല, ആരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കത്തില്ല, സ്ട്രേഞ്ച് പീപ്പിൾസിൻ്റെ കൂടെ നമ്മൾ ഇത്രയും ദിവസം ജീവിക്കുക എന്നുള്ള ടാസ്കുമായിട്ടാണ് അതിനകത്ത് പോകുന്നത്. അല്ല ജസ്റ്റ് ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നതല്ല നിങ്ങൾ. അപ്പോൾ അതിന് അതിൻ്റേതായ വാല്യൂ കൊടുക്കുന്നതിന് പകരം അതിനെ ഇങ്ങനെ ഒരു ടേമിൽ കൊണ്ടുപോകുന്നത് പോലെ ഒരു മണ്ടത്തരം വേറെ ഇല്ലെന്നുള്ളതാണ്. ആക്ച്വലി അതിനകത്തുള്ള ഒരു പാർട്ടിസിപ്പൻറ്റും ഇതുവരെ ഒരാൾക്ക് പോലും കൃത്യമായി അതിനകത്തുള്ള പ്ലേ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ആൻഡ് അനീഷ് ഇതിനകത്ത് പ്ലേ കാര്യം പിടികിട്ടിയ ആളാണെന്ന് ഇന്നത്തെ ഒരു പ്ലേയിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അനീഷിന് കഥ മനസ്സിലായിട്ടുണ്ട്, ഇത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അവൻ അറിയാം. ആൻഡ് അത് അരഗൻറ്റ് ആറ്റിറ്റ്യൂഡ് ഒഴിവാക്കിയാൽ അനീഷ് നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. ഷാനവാസ് ഓവർ എക്സ്ട്രീം ലെവൽ ഓവർ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ജാതി കാർഡ് ഇറക്കുന്നുണ്ട് ആര്യൻ. ഭയങ്കര ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ആര്യൻ ഫേക്കാണ്, ഫേക്കിൻ്റെ മുകളിൽ ഫേക്കാണ്. അയാളടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പാനിഷ് അടുത്ത് ചോദിക്കുന്നുണ്ട്, സിനിമയുടെ കാര്യം പറഞ്ഞത് സൂചന കൊടുക്കുന്നുണ്ട്. ആൻഡ് ഹി ഹിംസെൽഫ് റിയലൈസ് ചെയ്യുന്നുണ്ട്, ഒരു സിനിമയ്ക്ക് എനിക്കൊരു ചാൻസ് കിട്ടിയാൽ മുട്ടയടിക്കേണ്ടിയെന്ന് ഞാൻ ചെയ്യത്തില്ലേ. അതാണ് ഞാൻ പറഞ്ഞ പ്രൊഫഷനെ പോലും കെയർ ചെയ്യാത്ത ഒരു വ്യക്തിയാണത്. ഹെയറിലല്ല കാര്യം, ദ ആറ്റിറ്റ്യൂഡ്, ദ വേ യു ആർ ടേക്കിംഗ്, ആ ഒരു വിഷയത്തിനെ എടുക്കുന്ന രീതി, ഇതൊക്കെ തന്നെയാണ് അവിടെ വിന്നറിനുള്ള ആ ഒരു ഇത്. എത്രത്തോളം അപകീർത്തപ്പെടപ്പെട്ടും ഇകഴ്ത്തപ്പെടപ്പെട്ടും ഒക്കെ ആയിട്ട് പോലും സ്ട്രെങ്ത്തോട് നിന്നവരാണ് അവിടുന്ന് വിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അത് അവരുടെ ട്രിക്കി ആയിരിക്കാം. നമുക്കത് സ്ത്രീ വിരുദ്ധതയെന്നും മോശമെന്നും ഒക്കെ തോന്നുമെങ്കിലും ആ കൈൻഡ് ഓഫ് ട്രിക്കുള്ളവർക്ക് മാത്രമേ അവിടെ സക്സീഡ് ചെയ്യാൻ പറ്റൂ എന്നാണ് ഇതുവരെയുള്ള വിജയം കൊയ്തവരൊക്കെ തെളിയിച്ചു തന്നിട്ടുള്ളത്. സോ ദാറ്റ്സ് മൈ പോയിന്റ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. തുടർന്നും ബിഗ് ബോസ് സീസൺ 7 റിവ്യൂസ് ഇടുന്നതായിരിക്കും. സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും കമൻസും ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു.